കോളിവുഡിലെ ഏറ്റവും അധികം 100 കോടി ക്ലബ് ഉള്ളത് വിജയ്ക്ക്. കോളിവുഡിലെ ഏറ്റവും വലിയ കളക്ഷൻ ഉള്ള സിനിമ ഉള്ളത് രജനീകാന്തിന്. കോളിവുഡിലെ ഏറ്റവും വലിയ TRP റേറ്റിംഗ് നേടിയ സിനിമ അജിത്തിന്. എല്ലാ ഇൻഡസ്ട്രികളിലും ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഇതുപോലെ പലരുടെ പേരിലായിട്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ മോളിവുഡിലോട്ട് വന്നാൽ ഇങ്ങനെ എല്ലാ റെക്കോർഡുകളും മോഹൻലാലിന് വരും. എന്തുകൊണ്ടായിരിക്കും ലാലേട്ടന് ഇത്രയും വലിയ പബ്ലിക് സപ്പോർട്ട് ഉണ്ടായത്? എങ്ങനെയായിരിക്കും ലാലേട്ടൻ ഇത്രയധികം റെക്കോർഡുകൾ നിമിഷ നേരം കൊണ്ട് നേടിയിരിക്കുന്നത്? എനിക്ക് എന്റെ പിള്ളേരുണ്ടാകും. പുള്ളിക്കാരനെ പറ്റിയ ഒരു കോമ്പറ്റീറ്റർ പോലും എന്തുകൊണ്ടായിരിക്കും മോളിവുഡിൽ ഇല്ലാത്തത്? അങ്ങനെ വളരെ ഡോമിനേറ്റിംഗ് ആയ മോഹൻലാലിന്റെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം ഒട്ടുകളെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാലേട്ടന്റെ സിനിമ ഏതാണെന്ന് കൂടി ഒന്ന് കമന്റ് ഇട്ടേക്കണേ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. കൃത്യമായിട്ട് പറഞ്ഞാൽ 1980 ഒരു ക്രിസ്മസിന് റിലീസായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ വില്ലനായിട്ടായിരുന്നു ലാലേട്ടന്റെ സിനിമാ കരിയറിന്റെ തുടക്കം. എന്നാൽ ഇതേ സിനിമയിൽ ആക്ച്വലി അദ്ദേഹം നായകനാവാൻ ആഗ്രഹിച്ചാണ് സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് എത്തിയത്. എന്നാൽ അദ്ദേഹത്തിന് എന്തെല്ലാമൊക്കെ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം ആ സിനിമയിൽ വില്ലനായി മാറി. പിന്നീടും പല സിനിമകളിൽ അദ്ദേഹം സൈഡ് ആർട്ടിസ്റ്റായും കോമഡി താരമായും ഇതുകൂടാതെ സഹതാര വേഷങ്ങളിലും എല്ലാം വന്നു. പിന്നീട് കൃത്യമായിട്ട് പറഞ്ഞാൽ 1983 റിലീസായ ആട്ടക്കലാശം എന്നൊരു ഫാമിലി ഡ്രാമയിൽ ലീഡ് റോളിൽ വന്നുകൊണ്ടാണ് ഇന്ന് കാണുന്ന ലാലേട്ടന്റെ തുടക്കമിട്ടത്. ശരിക്കും ആ 80s കാലഘട്ടത്തിൽ പല സിനിമകളിൽ ലാലേട്ടൻ നായകനായി വന്നെങ്കിലും ആട്ടക്കലാശം എന്ന സിനിമ ഒരു വൻ ഹിറ്റ് ആയതോടുകൂടിയാണ് ലാലേട്ടന് സ്വന്തമായി ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടായത്. പിന്നീട് ശരിക്കും പറഞ്ഞാൽ 80s 90s കാലഘട്ടത്തിൽ ശ്രീനിവാസൻ കഥ എഴുതി പ്രിയദർശൻ ഒക്കെ സംവിധാനം ചെയ്തിരുന്ന പല എന്റർടൈനർ സിനിമകളിലൂടെ ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഒരു ജനപ്രിയ നായകനായി മാറുകയായിരുന്നു. അതായത് ആ കാലഘട്ടത്തിൽ ഒരു കോമഡി ഹീറോ അല്ലെങ്കിൽ കോമഡി സിനിമകളിലൂടെ മലയാളി ഓഡിയൻസിനെ ചിരിപ്പിക്കുന്ന ഒരു ലീഡിംഗ് ഹീറോ ഇല്ലായിരുന്നു. അക്കാലത്തുണ്ടായിരുന്ന താരങ്ങൾ എല്ലാവരും തന്നെ ലാലേട്ടനോളം മികച്ച രീതിയിൽ കോമഡി ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് റീസണുകളിലൂടെ ലാലേട്ടൻ അന്ന് 80s 90s കാലഘട്ടത്തിൽ മികച്ചൊരു കോമിക് ഹീറോ അല്ലെങ്കിൽ മികച്ച ഒരു ഫാമിലി ഓഡിയൻസിന്റെ ജനപ്രിയ നായകനായി മാറുകയായിരുന്നു. 1986 ലാലേട്ടൻ സൂപ്പർ സ്റ്റാറായി മാറിയത്. അതും രാജാവിന്റെ മകൻ എന്ന ആക്ഷൻ സിനിമയിലൂടെ. അതേ വർഷം തന്നെ ലാലേട്ടൻ മറ്റൊരു റെക്കോർഡ് കൂടി നേടി. TP ബാലഗോപാൽ MA എന്ന സത്യനന്ദിക്കാട് സിനിമയിലൂടെ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ്. പക്ഷേ ആ റെക്കോർഡ് നേടുമ്പോൾ ലാലേട്ടന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് മികച്ച നടനുള്ള അവാർഡായി മേടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടൻ എന്നൊരു റെക്കോർഡ് കൂടി ലാലേട്ടൻ അന്ന് എഴുതി ചേർക്കുകയുണ്ടായി. അതായത് അദ്ദേഹത്തിന്റെ ചെറിയ പ്രായം, അതായത് ഏകദേശം 24, 25, 26 പ്രായത്തിലാണ് ലാലേട്ടൻ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് മേടിക്കുന്നത്. അതും ഒരു ക്യാരക്ടർ റോൾ വെച്ചിട്ട്. എന്നാൽ അതേ വർഷം തന്നെയാണ് അദ്ദേഹം മികച്ച ഒരു ആക്ഷൻ ഹീറോ റോൾ ചെയ്ത് രാജാവിന്റെ മകനിലൂടെ സൂപ്പർ സ്റ്റാർ പട്ടം പോലും നേടിയെടുത്തത്. അതായത് ഒരേ വർഷം തന്നെ അദ്ദേഹം വലിയൊരു ആക്ഷൻ റോളും ചെയ്തു. ഇതുകൂടാതെ മികച്ചൊരു കോമഡി ഫാമിലി റോൾ ചെയ്ത് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് മേടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇന്നുള്ള പല യൂത്ത് ആക്ടേഴ്സിനും പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ നാസ്ലിനെയോ മാത്യൂസിനെയോ അതേപോലെ ഇന്നൊരു 20-25 വയസ്സുള്ള ഏതൊരു മലയാളത്തിലെ ലീഡിംഗ് ഹീറോ എടുത്താലും അവർക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത നേട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ അന്ന് നേടിയെടുത്തത്. ഇതുകൂടാതെ എല്ലാ വർഷങ്ങളിലും ലാലേട്ടൻ ഇൻഡസ്ട്രി റെക്കോർഡുകൾ നേടിയിട്ടുണ്ട്. അതായത് ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന സിനിമ എന്ന റെക്കോർഡ് നേടുന്ന സിനിമകൾ എല്ലാ ഡീക്കേഡ്സിലും ലാലേട്ടൻ നേടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് 80s ചിത്രം, 90s കിലുക്കം, 2000, 2010 ടൈമിൽ നരസിംഹം, 2010 to 2020 ടൈമിൽ ദൃശ്യം, ഇപ്പോൾ ഇതാ 2020 to 30 കാലഘട്ടങ്ങൾ വരെ തുടരും. ഇനി ഒരു പക്ഷേ 2030 കഴിയുമ്പോൾ ലാലേട്ടൻ വീണ്ടും ഒരു ഇൻഡസ്ട്രിയിൽ ഇട്ടേക്കാം. അതായത് എല്ലാ ഡീക്കേഡുകളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അദ്ദേഹം അവിടെ അവശേഷിപ്പിച്ചാണ് ആ ഡീക്കേഡ് കടന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ മറ്റൊരു സൂപ്പർ സ്റ്റാറിനെ നേടാൻ പറ്റാത്ത നേട്ടമാണ് ലാലേട്ടൻ നേടിയെടുത്തത്. എന്തിനേറെ പറയുന്നു, ബാഹുബലി 2 എന്ന ബാഹുബലി തരംഗമുണ്ടായി. ആ സമയത്തുണ്ടായിരുന്ന മൊത്തം ഇന്ത്യയിലെ എല്ലാ ഇൻഡസ്ട്രികളിലെയും ഇൻഡസ്ട്രിയിലായി ആ സമയത്ത് ബാഹുബലി മാറി. എന്നാൽ കേരളത്തിൽ മാത്രം ലാലേട്ടൻ തറപ്പിച്ച ആ വേല്, അതായത് പുലിമുരുകൻ എന്ന ഒരു സിനിമയെ മറികടക്കാൻ ഇതേ ബാഹുബലിക്ക് സാധിച്ചില്ല, ഇതേ KGF സാധിച്ചില്ല. അതെ, ലാലേട്ടൻ നേടിയ ആ റെക്കോർഡ് അദ്ദേഹം തന്നെ വന്ന് ഇപ്പോൾ തുടരും എന്ന സിനിമയിലൂടെ മാറ്റി. അതായത് അത്രത്തോളം ഡോമിനൻസ് ഉണ്ടാക്കിയ ഒരു സാധനമായിരുന്നു ലാലേട്ടൻ നേടിയെടുക്കുന്ന ഓരോ റെക്കോർഡുകൾ. ലാലേട്ടന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഒരേ വർഷം തന്നെ പല രീതിയിലുള്ള വളരെ ഡിഫറെന്റ് ആയ ടൈപ്പ് റോളുകൾ ചെയ്യും. 1991 ഭരതം എന്ന സിനിമയിലൂടെ നാഷണൽ അവാർഡിന് പോലും പ്രശംസ ഏറ്റുവാങ്ങിയ ഒരു കൾട്ട് ക്ലാസിക് ക്യാരക്ടർ ചെയ്യുന്നു. അതേ വർഷം തന്നെ അദ്ദേഹം അഭിമന്യു എന്ന സിനിമയിൽ വളരെ വലിയൊരു ഗ്യാങ്സ്റ്റർ റോൾ ചെയ്തു. ഇതൊന്നും പോരാഞ്ഞ് അതേ വർഷം തന്നെയാണ് അദ്ദേഹം കിലുക്കം എന്ന വളരെ മെലോ ഡ്രാമ കോമഡി എന്റർടൈനർ അതേ വർഷം ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഇന്നുള്ള ഒരു താരത്തിനും ചിന്തിച്ചു കൊണ്ട് നോക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ലാലേട്ടൻ അന്ന് ചെയ്തത്. അതായത് കിലുക്കം എന്ന സിനിമയിലെ ജോജി എന്ന കോമഡി ക്യാരക്ടർ ചെയ്യുന്ന അതേ വർഷം തന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യന് അഭിമന്യുവിലെ ആ ഒരു വലിയ ഗ്യാങ്സ്റ്റർ റോൾ ചെയ്യാൻ സാധിക്കുക? അതേ ആൾക്ക് എങ്ങനെയാണ് ഭരതം എന്ന സിനിമയിലെ ഗായകനായ രീതിയിലുള്ള റോൾ ചെയ്യാൻ സാധിക്കുക? ശരിക്കും ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ തന്നെ, ലോക ഇൻഡസ്ട്രിയിൽ തന്നെ ഒരാൾക്ക് പറ്റുന്ന കാര്യമാണ് അതൊക്കെ. അതേപോലെ വേഴ്സറ്റാലിറ്റി ലാലേട്ടൻ ചെയ്തു ഫലിപ്പിച്ചിട്ടുണ്ട്.
ഇതേപോലെ തന്നെയുള്ള മറ്റൊരു വർഷമായിരുന്നു 1992. സതയം എന്ന ഒരു സൈക്കോ ക്യാരക്ടറെ അവതരിപ്പിക്കുക. ഇത് കൂടാതെ അതേ വർഷം തന്നെ വിയറ്റ്നാം കോളനി എന്ന വൻ കോമഡി ചിത്രം ചെയ്യുക. ഇതൊന്നും പോരാഞ്ഞ് അഹം എന്ന സിനിമയിലെ ക്യാരക്ടർ, അഹം എന്ന സിനിമയിലെ ക്യാരക്ടറും സതയം എന്ന സിനിമയിലെ ക്യാരക്ടറും ഒക്കെ തമ്മിൽ ചെറിയ സിമിലാരിറ്റി വന്നേക്കാം. എന്നാൽ പോലും അത്രയും വലിയ സൈക്കോ ക്യാരക്ടറൊക്കെ ചെയ്യുന്ന അതേ മനുഷ്യൻ എങ്ങനെയാണ് വിയറ്റ്നാം കോളനി എന്ന സിനിമയിലൂടെ ചിരിപ്പിക്കുന്നത്? ഒരു പക്ഷേ ഇതെല്ലാം നമുക്ക് മാറ്റി നിർത്താം. ഇതിനേക്കാൾ വലിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അത് കേട്ടാൽ ശരിക്കും പറയാൻ നിങ്ങൾ ഞെട്ടി. 1993 ലാലേട്ടന്റെ 4 സിനിമകൾ റിലീസായത്. അതേതൊക്കെയാണെന്ന് ഞാൻ പറയാം. ചെങ്കോലും, മിഥുനം, ദേവാസുരം, മണിച്ചിത്രത്താഴ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെങ്കോലിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു നായകൻ പിന്നീട് ജീവിക്കുന്നതായിട്ടുള്ള ഒരു ക്യാരക്ടർ. ദേവാസുരം എന്ന സിനിമയിൽ ഒരു കൾട്ട് ക്ലാസിക്കായ മാസ് ക്യാരക്ടർ. ഇതും കൂടാതെ മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ ഒരേ സമയം കോമേഡിയനായി ഒരേ സമയം സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇതെല്ലാം മാറ്റി നിർത്തി അദ്ദേഹം അതേ വർഷം തന്നെ മിഥുനം എന്ന സിനിമയിലെ വളരെ കോമഡി എന്റർടൈനറായ ഒരു ക്യാരക്ടറും ചെയ്തു. ഈ 4 സിനിമകൾ എടുക്കണ്ട, ദേവാസുരം എന്ന സിനിമ ചെയ്യുന്ന ആ ഒരു മാസ് ക്യാരക്ടർ ചെയ്യുന്ന ക്യാരക്ടർ ചെയ്ത ആ നടന് എങ്ങനെയാണ് അതേ വർഷം തന്നെ ഏറ്റവും വലിയൊരു കോമഡി റോൾ ചെയ്യാൻ പറ്റുക? അതായത് മിഥുനം എന്ന സിനിമയിലെ കോമഡി റോൾ ചെയ്ത അതേ വർഷം തന്നെ പുള്ളിക്കാരൻ ദേവാസുരം ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആ കാലത്ത് ലാലേട്ടൻ ചെയ്തു വെച്ചത്. ഇദ്ദേഹം നേടിയെടുത്ത ഇൻഡസ്ട്രീറ്റുകൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതായത് ഒരേ വർഷം തന്നെ 3 ഇൻഡസ്ട്രീറ്റുകൾ പറഞ്ഞ ഒരു വർഷം മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ മണിച്ചിത്രത്താഴ് എന്ന സിനിമയുടെ ഇൻഡസ്ട്രീറ്റ് റെക്കോർഡ് തകർത്തത് കുഞ്ചാക്കോ ബോബൻ നായകനായിട്ട് വന്ന അനിയത്തിപ്രാവ് എന്ന സിനിമയിലൂടെയാണ്. എന്നാൽ അതേ വർഷം തന്നെ ഈ റെക്കോർഡ് 2 തവണ ലാലേട്ടൻ ബ്രേക്ക് ചെയ്തു. അതാണ് ആറാം തമ്പുരാനും ചന്ദ്രലേഖയും. ഷാജി കൈലാസിന്റെ ആക്ഷൻ പടമായ ആറാം തമ്പുരാൻ. ജഗന്നാഥൻ എന്നുള്ള ഒരു ഭയങ്കര മാസ് ക്യാരക്ടറെ കാണിച്ച അതേ വർഷം തന്നെ പുള്ളിക്കാരൻ പോയി ചന്ദ്രലേഖയിൽ കോമഡി റോൾ ചെയ്തു. ചന്ദ്രലേഖയിലെ അപ്പുക്കുട്ടൻ എന്നുള്ള കോമഡി ക്യാരക്ടർ തന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചാലഞ്ചിങ് ആയ ഒരു ക്യാരക്ടറാണ്. ആ ഒരു കോമഡി റോൾ ചെയ്ത മനുഷ്യൻ പോയി ആറാം തമ്പുരാൻ എന്ന സിനിമയിൽ ഒരു വലിയ മാസ് റോൾ ചെയ്യുന്നു. ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് പുള്ളിക്കാരൻ ആ വർഷമൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. ഈ എന്താ പറയാ, ഇന്ത്യൻ ഇൻഡസ്ട്രി തന്നെ ഇതുപോലൊരു മനുഷ്യനെ ചെയ്യാൻ ഒരു പക്ഷേ അല്ലെങ്കിൽ ഇത്രയും വലിയ പെർഫോമൻസ് നടത്താൻ ഒരാൾക്ക് പാടായിരിക്കും. എന്താ പറയുക, ഭയങ്കര വലിയൊരു മാസ് ക്യാരക്ടർ ചെയ്ത് ആ സിനിമ ഇൻഡസ്ട്രി ഹിറ്റാക്കുക. പിന്നെ അതേ വർഷം തന്നെ ചന്ദ്രലേഖ പോലൊരു സിനിമ ചെയ്ത് ആ സിനിമ ഇൻഡസ്ട്രി ഹിറ്റാക്കുക. ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ റെക്കോർഡുകൾ എല്ലാം ഭേദിക്കുന്ന രീതിയിലുള്ള ഹിറ്റ്. അതൊരു മാസ് പടത്തിൽ കൂടെ കോമഡി പടത്തിൽ കൂടെ. അതാണ് പറയുന്നത്, പുള്ളിക്ക് പറ്റാത്ത ഒന്നും തന്നെ ഇൻഡസ്ട്രിയിൽ അന്ന് ഇല്ലായിരുന്നു. ഇന്ത്യൻ സിനിമ തന്നെ അല്ലെങ്കിൽ തന്നെ ലോക സിനിമയിൽ തന്നെ ഇത്രയും ഒരു വെൽ പെർഫോംഡ് ആയ ഒരു മനുഷ്യൻ പിന്നീട് വന്നിട്ടേ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. പിന്നീടും ലാലേട്ടൻ ഒരുപാട് ഫ്ലോപ്പ് സിനിമകളൊക്കെ ചെയ്ത് പല രീതിയിലും അദ്ദേഹത്തിന്റെ സ്റ്റാർഡം വളരെ രീതിയിൽ താഴ്ന്ന അവസരങ്ങളുണ്ടായിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ 2013 വരെ, ഒരു 2007 ശേഷം 2013 വരെ ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഡൗൺ ആയ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. 2007 ടൈമിൽ അദ്ദേഹം 2 എന്റർടൈൻമെന്റ് സിനിമകൾ ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് കംബാക്ക് അടിച്ചു. അതായിരുന്നു ഹലോ ചോട്ടാവുമ്പോയി. എന്നാൽ പിന്നെയും ലാലേട്ടന്റെ സ്റ്റാർ വാല്യൂ നല്ല രീതിയിൽ കുറയുന്ന ഒരു ടൈം വന്നപ്പോഴാണ് 2013 ദൃശ്യം എന്ന സിനിമ ഇൻഡസ്ട്രി ഹിറ്റാണ്. അതോടുകൂടി ലാലേട്ടൻ വലിയൊരു കംബാക്ക് നടത്തുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ പിന്നീട് ലാലേട്ടൻ ഒരുപാട് സിനിമകൾ ഫ്ലോപ്പ് ആക്കേണ്ടതായ രീതി വന്നു. അതേ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടന്റെ പുലിമുരുകൻ റിലീസായത്. ശരിക്കും ഇന്നത്തെ ജനറേഷൻ ലാലേട്ടന്റെ പുലിമുരുകൻ പോലെ സിനിമകൾ കണ്ടാണ് ഫാൻസ് ആയെന്നൊരു പറച്ചിലുണ്ട്. അതൊരു സത്യം തന്നെ ആയിരിക്കാം. കാരണം ലാലേട്ടൻ നല്ല രീതിയിൽ ബോക്സ് ഓഫീസിൽ താഴേക്ക് നിലംപതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഒപ്പം എന്ന സിനിമ 50 കോടി ക്ലബിൽ കയറി. പിന്നീട് തൊട്ടടുത്തായി വന്ന പുലിമുരുകൻ 100 കോടി ക്ലബിൽ കയറി. അതേ വർഷം തന്നെ ജനതാ ഗ്യാരേജ് എന്ന സിനിമയിൽ അന്യഭാഷയിൽ പോയി ഒരു തകർപ്പൻ പെർഫോമൻസ്. ഇതൊന്നും പോരാഞ്ഞ്, അതായത് ഈ 3 സിനിമകൾ വമ്പൻ ഓളം ഉണ്ടാക്കി നിൽക്കുന്ന സമയത്ത് പുള്ളി ചെയ്തൊരു സിനിമയായിരുന്നു മുന്തിരിവള്ളി എന്ന് നടക്കുമ്പോൾ. ഏകദേശം 50 കോടിക്കടുത്ത് ആ സിനിമയ്ക്ക് കളക്ഷൻ കിട്ടി. അതായത് സ്റ്റാർഡത്തിന്റെ പീക്കിൽ ഒരാൾക്ക് എങ്ങനെ എത്താൻ സാധിക്കുമോ ആ റേഞ്ചിൽ പുള്ളിക്കാരൻ എത്തി. ശരിക്കും പറഞ്ഞാൽ ദൃശ്യത്തിനൊക്കെ ശേഷം പുള്ളിക്ക് നല്ലൊരു പോസിറ്റിവിറ്റി സിനിമയെ വന്നിട്ടില്ല എന്നതാണ് പുള്ളി ഡൗൺ ആകാൻ കാരണം. എന്നാൽ അതെല്ലാം പുള്ളി മറികടന്നത് പുലിമുരുകൻ വേവ് ഉണ്ടാക്കിയ ശേഷമാണ്. ഇതും കഴിഞ്ഞ് വമ്പൻ ഹൈപ്പ് വന്ന സിനിമയായിരുന്നു ഒടിയൻ. ഒരു ഹർത്താൽ ദിനത്തിൽ മലയാളം ഇൻഡസ്ട്രി കണ്ട ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷൻ. അതൊരു മോഹൻലാൽ സിനിമ ആയതുകൊണ്ട് മാത്രമാണ് അത്രയും വലിയ ഫസ്റ്റ് ഡേ കളക്ഷൻ ഇട്ടെന്ന് നമ്മൾ പറയാതെ തന്നെ അറിയാമല്ലോ. ഈ കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് സിനിമകൾ നോക്കി, ഒരു സിനിമയ്ക്ക് നടന്നില്ല. ഒടിയന്റെ ആ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് തകർത്ത പിന്നെ ഒരു സിനിമ വന്നത് KGF 2, ലിയോ, പിന്നെ ഇപ്പോൾ വന്ന എമ്പുരാൻ. അതായത് 2018 റിലീസായ സിനിമയാണെന്ന് ഓർക്കണം. ഏകദേശം 6-7 കൊല്ലത്തിന് ശേഷമാണ് ലിയോയും KGF 2, L2 ഒക്കെ അതിന്റെ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ ബ്രേക്ക് ചെയ്തത്. ഒടിയനിട്ട ആ ഒരു റെക്കോർഡ് തകർക്കാൻ ഒരു വിജയ് പടം, അതും LCU യൂണിവേഴ്സിലുള്ള സിനിമയാണെന്ന് ഓർക്കണം, ലിയോ വന്നിട്ടാണ് ആ റെക്കോർഡ് തകർത്തത്. ആ റെക്കോർഡാണ് ലാലേട്ടൻ ഇപ്പോൾ എമ്പുരാനിലൂടെ തകർത്തത്. അത്രയും വലിയൊരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. ഒടിയൻ എന്ന സിനിമയും അത് ഒടിയൻ അത്ര നെഗറ്റീവ് ആണെന്നും കൂടെ ഓർക്കണം, ലിയോയ്ക്ക് മിക്സഡ് റിവ്യൂ ആണെന്ന് ഓർക്കണം. ഒടിയനിട്ട ആ റെക്കോർഡ് തകർക്കാൻ വിജയുടെ ഒരു LCU യൂണിവേഴ്സ് സിനിമ തന്നെ വേണ്ടി വന്നു. ആ റെക്കോർഡ് സിമ്പിൾ ആയിട്ട് പിന്നെ എമ്പുരാനിലൂടെ ലാലേട്ടൻ തൂക്കി, അതും മിക്സഡ് റെസ്പോൺസ് വെച്ച്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു വൻ ഹൈപ്പ് സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ എന്തുമായിരിക്കും മലയാള സിനിമയുടെ പൊട്ടൻഷ്യൽ. എന്നാൽ ഇതേ സമയത്ത് തന്നെ ലാലേട്ടന്റെ ഒരു വലിയ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത ഒരാൾ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നുണ്ട്.
അതായത് ഒടിയനിട്ട 18 crore ഗ്രോസ്, അതായത് വേൾഡ് വഴി 18 crore എന്ന റെക്കോർഡ് ബ്രേക്ക് ചെയ്ത ഒരാളാണ് ദുൽഖർ സൽമാൻ. അതും കുറുപ്പ് എന്ന സിനിമയിലൂടെ. ആ കുറുപ്പിന്റെ റെക്കോർഡ് പിന്നെ മരക്കാറ് വന്നപ്പോൾ മാറി, അത് വേറൊരു കാര്യം. എന്നാൽ പോലും ലാലേട്ടനിട്ട് റെക്കോർഡ് തകർക്കാൻ ഒരാളെ കൊണ്ട് സാധിച്ചത് സത്യം പറയാൻ മമ്മൂക്കയ്ക്ക് പോലും സാധിച്ചിട്ടില്ല. മമ്മൂക്കയുടെ മാമാങ്ക സിനിമ ഒരു പക്ഷേ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നെങ്കിൽ അന്ന് തകർക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു. എന്നാൽ അത് പോയി. പിന്നെ ആ കുറുപ്പ് എന്ന സിനിമ തകർത്ത് അതൊരു വലിയ അച്ചീവ്മെന്റ് ആയി ശരിക്കും പറഞ്ഞാൽ ദുൽഖറിന്റെ കരിയർ നിന്ന് ഓർക്കപ്പെടും. കാരണം ലാലേട്ടനിട്ട് ആ ഒരു വേൾഡ് വൈഡ് കളക്ഷൻ റെക്കോർഡ് നിന്ന നിപ്പിൽ ദുൽഖർ നേടി. ഇപ്പൊ തന്നെ 400 കോടി ക്ലബുള്ള ഒരേ ഒരു മലയാളം ആക്ടർ, എന്തിനേറെ പറയുന്നു, 200 crore ടച്ച് ചെയ്തു. ഈ 200 crore ടച്ച് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം തെലുങ്ക് ഇൻഡസ്ട്രിയിലെ പവൻ കല്യാൺ, മഹേഷ് ബാബു, രവി തേജ ഇതുപോലുള്ള അവിടുത്തെ സ്റ്റാർസിന് പോലും ഇല്ല 200 കോടി ക്ലബ്ബ്. എന്തിന്, സൂര്യക്ക് പോലും ഇല്ല. തമിഴ് പറഞ്ഞാൽ സൂര്യക്ക് പോലും ഇല്ലാത്ത 200 കോടി ക്ലബ്ബാണ് ലാലേട്ടൻ എടുത്തത്. അതും അത്രയും വലിയ ഇൻഡസ്ട്രിയായ തമിഴ് ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത ആ ഒരു റെക്കോർഡ് ലാലേട്ടൻ നേടി. അതും ഒരു മലയാള സിനിമ. തുടരും എന്നുള്ള സിനിമ ഇൻഡസ്ട്രി ആയതിൽ അത്ഭുതമില്ല. പക്ഷെ ആ സിനിമയിൽ ബാക്ക് ടു ബാക്ക് 200 കോടി നേടിയ ഒരു നടനും, അതായത് ഒരു മാസ ഗ്യാപ്പിൽ ബാക്ക് ടു ബാക്ക് 200 കോടി നേടിയ ഒരു നടനും ഇന്ത്യൻ സിനിമയിലില്ല. അതെല്ലാം ലാലേട്ടൻ്റെ റെക്കോർഡായി ഇന്നും രേഖപ്പെടുത്തുന്നു. ഏറ്റവും അധികം 50 കോടി ക്ലബ്ബ്, ഏറ്റവും അധികം 100 കോടി ക്ലബ്ബ്, ഏറ്റവും അധികം 150 കോടി ക്ലബ്ബ്, ഇതൊന്നും പിന്നെ പറയേണ്ട കാര്യമില്ല. ബെഞ്ച് മാർക്കായി എല്ലാ റെക്കോർഡുകളും പുള്ളിക്കാണ് നേടിയത്. അതായത് ആദ്യമായി 50 കോടി, 75 കോടി, 100 കോടി, 150 കോടി, ഇതെല്ലാം ആ ബെഞ്ച് മാർക്ക് എല്ലാം ഇട്ട് വന്നത് ഇതേ മനുഷ്യനാണ്. പുള്ളിയുടെ സ്റ്റാർഡത്തെ അളക്കാൻ പറ്റിയ ഒന്നും തന്നെ ഈ ഇൻഡസ്ട്രിയിലില്ല. ഇന്ത്യയിലേറെ പറഞ്ഞു. ഇനി അടുത്ത് നോക്കിയാൽ മിനി സ്ക്രീൻ റെക്കോർഡ്, ഏറ്റവും അധികം ട്രെയിലർ വ്യൂസ്, ഏറ്റവും അധികം ടീസർ വ്യൂസ്, ഇതൊന്നും പോരാഞ്ഞ് TV-യിൽ ടെലികാസ്റ്റ് ചെയ്ത് ഏറ്റവും അധികം റെക്കോർഡ് കിട്ടിയ സിനിമയും ഇതേ ലൂസിഫറാണ്. അതായത് TRP റേറ്റിംഗിൽ 1ാം സ്ഥാനത്ത് ഇപ്പോഴും നിൽക്കുന്നത് ലൂസിഫറാണ്. തമിഴ് സിനിമയിൽ അത് വിശ്വാസമാണ്, അതായത് അജിത്തിന്റെ സിനിമ. അതാണ് ഞാൻ പറഞ്ഞത്, പല ഇൻഡസ്ട്രിയിലും പല റെക്കോർഡ് പല ലെവലായിരിക്കും. തമിഴ് സിനിമയിൽ ഏറ്റവും അധികം 100 കോടി ക്ലബ്ബ് ഉള്ളത് വിജയ്ക്കാണ്, മലയാളത്തിൽ അത് മോഹൻലാലിനാണ്. തമിഴ് സിനിമയിലെ നിലവിലെ ഇൻഡസ്ട്രി സിനിമ, അതായത് തമിഴ്നാട്ടിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമ ലിയോയാണ്, മലയാളത്തിൽ അത് തുടരുമാണ്. തമിഴ്നാട്ടിൽ ഏറ്റവും അധികം വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ സിനിമ 2.0 ആണ്, മലയാളത്തിൽ അത് എമ്പുരാനാണ്. അതും ലാലേട്ടന്റെ പേരിൽ തന്നെ. TRP റേറ്റിംഗ് ഏറ്റവും അധികം നേടിയ സിനിമ ലൂസിഫറാണ്. ഇവിടെ വിശ്വാസമാണ്, അതായത് സിനിമ. അതാണ് പറഞ്ഞത്, എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ ടൈപ്പ് റെക്കോർഡുകളും ഒരു മനുഷ്യൻ നേടുക എന്ന് പറയുന്നത്, അത് ഇത്രയും പ്രായം കഴിഞ്ഞിട്ടും പുള്ളിക്ക് നിലനിർത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ലാലേട്ടൻ നേടിയെടുത്ത ആ റെക്കോർഡുകൾ ഒരിക്കലും ആർക്കും മാറ്റാൻ പറ്റാത്തതും ഇതുകൊണ്ടാണ്. എന്തായാലും ലാലേട്ടൻ നേടിയെടുത്ത ബോക്സ് ഓഫീസ് റെക്കോർഡുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയ അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ സംസാരിച്ചത്. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് സിനിമ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.